ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് മൂന്നുപേരും പല സ്ഥലത്താണ്. ഒരാൾ UK-യിലും ഒരാള് ട്രിവാൻഡ്രോം, അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലാണ്. പക്ഷെ ഇന്നത്തെ ദിവസം അവരെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഈ റിസൾട്ട് ഡേ ഏറ്റവും സ്പെഷ്യൽ ആക്കിയത് അവരുടെ മൂന്നുപേരുടെയും പ്രസൻസ് ആണ്. സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പത്തനാപുരത്തിന് 10.5 മാറ്റുമായി സിവിൽ സർവീസിൽ 81 റാങ്ക് കരസ്ഥമാക്കിയ റീനു അന്ന മാത്യു. ആദ്യ 100-ൽ 5 മലയാളികൾ, 5-ൽ 5ഉം പെൺതിളക്കമായി. പത്തനാപുരം പ്ലാവിളയിൽ ജോജി മാത്യു ജോർജിന്റെയും അനി മാത്യുവിന്റെയും മൂത്ത മകളാണ് റീനു അന്ന മാത്യു. വിശേഷങ്ങളിലേക്ക്. നമ്മള് 4 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. എന്റെ 4th അറ്റംപ്റ്റ് ആണിത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു എക്സാം വളരെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഏത് വന്നാലും നേരിടാനുള്ള എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആൻഡ് ഫോറിൻ സർവീസ് ആയിരിക്കും മിക്കവാറും കിട്ടാൻ പോകുന്നത്. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഞാൻ കോളേജ് വെച്ച് തന്നെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പത്രം പ്രോപ്പറായിട്ട് വായിക്കുമായിരുന്നു ആ 3 years. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോവിഡിന്റെ സമയത്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കോച്ചിങ്ങിന് പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ 2 വർഷം ഞാൻ എക്സാം മാത്രം കൊടുത്തു. പിന്നെ അടുത്ത 2 വർഷം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം പ്രിപ്പയർ ചെയ്തു. ആൻഡ് ഇതെന്റെ 4th അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS ആണ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് റെഫറൻസ്. ഞാൻ ഇവിടെ മൗണ്ട് താബോറിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നവോദയയിൽ പോയി. പിന്നെ KV അടൂരായിരുന്നു. പിന്നെ ഡൽഹി സെയിന്റ് സ്റ്റീഫൻസ് കോളേജ്. പിന്നെ ട്രിവാൻഡ്രം വന്നായിരുന്നു കോച്ചിങ് ചെയ്തോണ്ട്. ഒരുപാട് പേര് എന്റെ ഫ്രണ്ട്സ്, ഫാമിലി, പഠിപ്പിച്ച ടീച്ചേഴ്സ്, മെന്റേഴ്സ്, ഒരുപാട് പേര് ഇൻവോൾവ് ആണ് ഈ പ്രോസസ്സിൽ. ആദ്യം ദൈവത്തിനോട് കടപ്പാടുണ്ട്. പിന്നെ എന്റെ കൂടെ നിന്ന് എല്ലാവരോടും, ഫ്രണ്ട്സ്, ഫാമിലി, ടീച്ചേഴ്സ് എല്ലാവരോടും വലിയ കടപ്പാട്. വളരെയധികം സന്തോഷമുണ്ട്. എന്തെങ്കിലും ജയിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നല്ല റാങ്ക് കിട്ടുമെന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചില്ല. വളരെ ഒരു സർപ്രൈസ് ആയിരുന്നു. 100 താഴെ ഒരു റാങ്ക് പ്രതീക്ഷിച്ചതേയില്ല. 81 റാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് 81ാമത്തെ റാങ്ക് ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ഞാനിവിടെ വന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ഇവിടെ വന്ന് സൈറ്റിൽ നോക്കി ഇത് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു. കാരണം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് റാങ്ക് വിവരം അറിഞ്ഞതു മുതൽ പ്ലാവിളയിൽ വീട്ടിലേക്ക് അഭിനന്ദന പ്രവാഹമായി. ആദ്യം ഓടിയെത്തിയത് 2020 നേതാക്കളും ടൗൺ സെൻട്രൽ വാർഡ് മെമ്പർ ഫാറൂഖ് മുഹമ്മദും. പിന്നാലെ മധുരം നുകരാൻ KPCC നിർവാഹക സമിതി അംഗം ജ്യോതികുമാർ ചാമക്കാല കേക്കും ലഡുവുമായി എത്തി. ഞങ്ങൾ പത്തനാപുരത്തുകാരെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ദിവസമാണ്. ഏറെ സന്തോഷം എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിന് വാക്കുകളില്ല. ഇവിടെ പത്തനാപുരത്ത് സിവിൽ സർവീസ് പരീക്ഷയിൽ 81 റാങ്ക് നേടി എൻ്റെ അയൽവാസിയും എൻ്റെ പ്രിയ സുഹൃത്തായ ശ്രീ ജിജോയുടെ മകൾ റീനു 81 റാങ്ക് കിട്ടിയെന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. നന്നായി പഠിക്കുമായിരുന്ന കുട്ടി, എല്ലാ അർത്ഥത്തിലും കമ്മിറ്റഡായി പഠിച്ചതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് റീനുവിന് 81 റാങ്ക് ലഭിച്ചിരിക്കുന്നത്. മകളുടെ ഉന്നത വിജയത്തിൽ അതീവ സന്തുഷ്ടനാണ് പിതാവ് ജോജി മാത്യു ജോർജ്. ചരിത്രത്തിലാദ്യമായി അങ്ങനെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഒരു സിവിൽ സർവീസ് റാങ്കുകാരി വന്നിരിക്കുന്നു. അതും പത്തനാപുരത്തിന് 10.5 മാറ്റേകിക്കൊണ്ട്. ന്യൂസ് ഡെസ്കിൽ റിജോ പത്തനാപുരം.